സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംയുക്ത സമരത്തിൽ യു.ഡി.എഫിൽ ഭിന്നത. സംയുക്ത സമരത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. എന്നാൽ തള്ളി മുസ്ലിം ലീഗ് രംഗത്തെത്തി. യോജിച്ച പ്രക്ഷോഭമാണ് വേണ്ടതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദും പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഇടതുമുന്നണിയുമായി ഒത്തുചേർന്ന് സമരം ചെയ്യാനുള്ള നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. എന്നാൽ ഒരുമിച്ചൊരു സമരത്തിന് പാർട്ടി വേദികളിലൊന്നും തീരുമാനമെടുത്തിട്ടില്ല എന്ന് വി.എം. സുധീരനും എം.എം. ഹസനും ഇന്ന് വ്യക്തമാക്കി. സമാന രീതിയിലുള്ള ആ പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികളോട് സമാനമായി പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സംയുക്തമായ സമരം നടത്തുക എന്നർത്ഥമല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ സഹകരണ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ മുഴുവൻ വിഷയമാണെന്നും സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞ് കെ.പി.എ. മജീദ് കോൺഗ്രസ് നിലപാടിനെ പൂർണ്ണമായും തള്ളി. കേരളത്തിന്റെ പൊതുവായൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് കണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് പൊതു അഭിപ്രായമാണ്. സഹകാരികളുടെ പൊതു അഭിപ്രായമാണ്. ഇത് CPM സഹകരിക്കുക എന്നതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂട്ടായി കേരളത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾക്ക് എല്ലാവരും കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. റിസർവ് ബാങ്കിന് മുന്നിൽ സമരം നടത്തുന്ന കാര്യം തങ്ങളോട് ആലോചിച്ചില്ല എന്ന ദുർബലവാദമാണ് ഒന്നിച്ചൊരു സമരത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒന്നടങ്കം പോകുമ്പോൾ പ്രതിപക്ഷത്തോടും കൂടി നമുക്ക് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് പറയാനുള്ള മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സഹകരണ ബാങ്ക് പ്രതിസന്ധി പരിഹരിക്കാൻ ജില്ലാ ബാങ്കുകൾ കോടതിയെ സമീപിക്കുമെന്ന് സഹകരണ മന്ത്രി A.C. മൊയ്തീൻ. RBIയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി A.C. മൊയ്തീൻ. ആദായ നികുതി വകുപ്പിന്റെ പ്രശ്നവും ആദായ നികുതി വകുപ്പിന്റെയും ഈ പ്രശ്നവും രണ്ടാ. ജില്ലാ ബാങ്കുകൾക്ക് നിയമവിധേയമായി പ്രവർത്തിക്കാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ അനുമതി ഉണ്ടായിരിക്കുക, ആ അനുമതി നിഷേധിക്കുന്നു പറഞ്ഞാൽ നീതി നിഷേധത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത്. മറ്റത് ആദായ നികുതി വകുപ്പ് പരിശോധിക്കട്ടെ, ആരാണ് എതിർത്തിട്ടുള്ളത്? സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം അനിശ്ചിതത്വത്തിലാക്കുന്നു. കൊല്ലം അച്ചൻകോവിൽ സ്വദേശി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാനാകണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് മൂലം നിക്ഷേപം പിൻവലിക്കാനാകുന്നില്ല. അച്ചൻകോവിൽ സ്വദേശികളായ ശശിധരൻ നായർ, സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-നാണ് നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി. പണം കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് വായ്പയായി ലഭിച്ച തുക സഹകരണ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. മോഡി സർക്കാരിന്റെ 8-ാം തീയതിയിലെ 8ന്റെ പണിയായി നോട്ട് നിരോധനവും സഹകരണ ബാങ്കുകളുടെ പണമിടപാട് തടഞ്ഞുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവും ഓട്ടോ തൊഴിലാളിയായ ശശിധരൻ നായരെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു. വിവാഹ ചെലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ. പെട്ടെന്നാണ് ഒരു രാത്രിയിൽ അറിയുന്നു, പഴയ നോട്ടുകളെല്ലാം നിരോധിക്കുകയോ ചെയ്യുകയോ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ലെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഡിസംബർ 4-ാം തീയതിയാണ്. അത് നടത്താൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വസ്തു കൊണ്ട് പണയം വെച്ചുള്ള പൈസ അല്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞത് തന്നാൽ മതിയില്ല, നമ്മുടെ തീർന്നു പോകുമല്ലോ. തീർന്നുവല്ലോ, നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതില്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേന്ന് പൈസയ്ക്ക് എന്നാ പറഞ്ഞ ഓർഡറായി, പഴയ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇന്നാളെ വരാൻ തരാന്നാ പറഞ്ഞിരുന്നത്, ഇപ്പം ചെന്ന് ചോദിച്ചപ്പം തരുന്നില്ലെന്ന് പറയുന്നു. ജീവിതത്തിൽ ഇതുവരെ കള്ളനോട്ട് നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളെയാണോ മോഡി സർക്കാർ കള്ളപ്പണക്കാരാക്കിയതെന്ന് സുജാത ചോദിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ശശിധരൻ നായർ, സുജാത ദമ്പതികളെപ്പോലെ നിരവധി പേർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. ആതിരയുടെ ജീവിതം ഇനി ചോദ്യചിഹ്നവുമാവുകയാണ്. കൊല്ലം അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. പഴയ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിൽ ഇന്ന് നിയന്ത്രണം. മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഇന്ന് നോട്ട് മാറ്റി വാങ്ങാൻ അവസരമുണ്ടാവുക. ബാങ്കുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും നോട്ട് മാറ്റിവാങ്ങാനുള്ള അവസരമുണ്ടാവുക. നോട്ടുകൾ അസാധുവാക്കിയതോടെ ഏറെ പ്രതിസന്ധിയിലായത് ബാങ്കിന്റെ സഹായികളായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവർ മുഖേനയാണ് സാധാരണക്കാരായ ഗ്രാമീണരെ ബാങ്കുകളുമായി ബന്ധിപ്പിച്ചിരുന്നത്.
നോട്ടുകൾ അസാധുവാക്കിയതോടെ ഇവർക്ക് വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് മിത്ര എന്ന പദ്ധതി കൊണ്ടുവന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് സീറോ ബാലൻസിൽ അക്കൗണ്ട് നേടുന്നതിന് വേണ്ടി വിരലടയാളവും മേൽവിലാസവും മാത്രം ഉപയോഗിച്ചാണ് ഇത്തരം അക്കൗണ്ടുകൾ ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടി ബാങ്കുകളെ സഹായിക്കുന്നത് ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന പേരിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർ വഴി ബാങ്കുകൾ ശേഖരിച്ച നിക്ഷേപവും ഇപ്പോൾ തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം ബാങ്കിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്നവർക്ക് ഇപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അവർ 2-3 തവണയായിട്ട് എൻ്റെ കടയിൽ വരികയും ഞാൻ മറ്റൊരു ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ കടയിൽ വരികയും ഒച്ചയിടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ ഇപ്പോൾ ഫോണിൽ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ബാങ്കുകളുടെ ഏജൻസികളാണ് ഇവർ പ്രവർത്തിച്ചു വന്നത്. ഇവരെ ബാങ്കുകൾ നേരിട്ട് നിയമിക്കാതെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ വഴിയാണ് നിയമിച്ചിരുന്നത്. ഇതുമൂലം ഇവരുടെ പ്രതിഫലത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരം കമ്പനികൾ ചൂഷണം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതിന് കമ്മീഷൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 70% ഞങ്ങളെ നിയമിച്ചിരിക്കുന്ന കോർപ്പറേറ്റുകളാണ് കൊണ്ടുപോകുന്നത്. 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ ഏറെ ദുരിതത്തിലായത് ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ ഏജൻസികളാണ്. കേരളത്തിൽ മാത്രം 2000-ലധികം ഏജൻസികളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ പ്രവർത്തന ഫലമായി ഓരോ ബാങ്കിലും കോടികളുടെ നിക്ഷേപമാണ് ലഭ്യമായിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നോട്ടസാധുവാക്കിയതിനെതിരെ ഗുജറാത്തിൽ ഇന്ന് കർഷക പ്രക്ഷോഭം. സംസ്ഥാന വ്യാപകമായി കർഷകർ ഇന്ന് റോഡ് ഉപരോധിക്കും. 10,000 വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കർഷക റാലിയിൽ അണിനിരക്കും. പട്ടേൽ ദളിത് പ്രക്ഷോഭത്തിന് പിന്നാലെ നോട്ടസാധുവാക്കിയതിനെതിരായുള്ള കർഷക പ്രക്ഷോഭവും BJPക്ക് തലവേദനയാകുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്ന 5-അംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് മേൽപ്പറമ്പിൽ പോലീസ് ഒരുക്കിയ വലയിൽ സംഘം കുടുങ്ങുകയായിരുന്നു. അസാധുവാക്കിയ 500,000 രൂപ നോട്ടുകൾ 30% കമ്മീഷൻ ഈടാക്കി മാറ്റി നൽകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. 10 ലക്ഷത്തിന്റെ പഴയ 500,000 രൂപ നോട്ടുകൾക്ക് പകരം 30% കമ്മീഷൻ ഈടാക്കി 7 ലക്ഷത്തിന്റെ പുതിയ 2,000 രൂപ നോട്ടുകൾ തിരിച്ചു നൽകി കൊള്ള ലാഭത്തോടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. പോലീസ് ഈ വിവരം അറിഞ്ഞതോടെ സംഘത്തെ പിടികൂടാൻ കെണിയൊരുക്കി. പഴയ നോട്ടുകൾക്ക് പകരം കമ്മീഷൻ വ്യവസ്ഥ പ്രകാരം പുതിയ നോട്ടുകൾ ആവശ്യപ്പെട്ട് പോലീസ് ദൂതൻ വഴി സംഘത്തെ സമീപിച്ചു. ദൗത്യം പൂർത്തിയാക്കുന്നതിനിടയിൽ കാസർഗോഡ് CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിൽ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 4,80,000 രൂപയുടെ പുതിയ 2,000 രൂപ നോട്ടുകളും ഇവർ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു. നീലേശ്വരത്തെ ഹാരിസ്, നിസാർ, നൌഷാദ്, പാലക്കുന്നിൽ ഷബീഖ്, സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഘത്തെ ആദായ നികുതി വകുപ്പിന് പോലീസ് കൈമാറി. ഇത്തരം സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതായി പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്റലിജൻസ് മേധാവി ശ്രീലേഖയ്ക്കെതിരെ കേസ് വേണ്ടെന്ന് ചീഫ് സെക്രട്ടറി. കേസെടുക്കണമെന്ന ഗതാഗത വകുപ്പിന്റെ ശുപാർശ ചീഫ് സെക്രട്ടറി തള്ളി. മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണറായിരിക്കെ ശ്രീലേഖ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് ടോമിൻ ജെ തച്ചങ്കരി ആണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ ശ്രീലേഖ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്നും തച്ചങ്കരിയുടെ ശുപാർശ ദുരുദ്ദേശപരമാണെന്നും കാണിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി. അതേസമയം ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കാണിച്ച് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. വാർത്തകളിലേക്ക്. ഇന്ന് രാജ്യത്തെ 12 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മുന്നൊരുക്കമില്ലാതെ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ ജനം വലയുമ്പോഴാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 12 ഇടങ്ങളിൽ ജനം ഇന്ന് വിധി കുറിക്കുന്നത്. അസം, അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നോട്ട് പിൻവലിക്കൽ സഹകരണ ബാങ്കിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാർഷിക മേഖലയെ കൂടി പ്രതിസന്ധിയിലാക്കുന്നു. പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് കർഷകർക്ക് നൽകിയിരുന്ന പലിശരഹിത വായ്പാ വിതരണം നിലച്ചു. നെല്ലളന്ന വകയിൽ കിട്ടാനുള്ള പണം ലഭിക്കാതായതും ബാങ്ക് ഇടപാടുകൾ സ്തംഭിച്ചതും കാരണം പാലക്കാട് ജില്ലയിൽ ഏറെ ദുരിതത്തിലായത് നെൽകർഷകരാണ്. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം നിലച്ചതോടെ കർഷകർ വലിയ പ്രയാസമാണ് അഭിമുഖീകരിക്കുന്നത്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ 2ാം വിള ഇറക്കുന്ന സമയമാണിത്. മഴ കുറഞ്ഞത് കരിനിഴൽ വീഴ്ത്തിയ നെൽകൃഷിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് സഹകരണ ബാങ്കിന്മേലുള്ള നിയന്ത്രണം. കൃഷിച്ചെലവിനായുള്ള പണത്തിന് ജില്ലയിൽ കൂടുതൽ കർഷകരും ആശ്രയിക്കുന്നത് സഹകരണ ബാങ്കുകളെയാണ്. മൊബൈൽ യൂണിറ്റടക്കം 44 ബ്രാഞ്ചുള്ള പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് കർഷകർക്ക് 1 ലക്ഷം രൂപ പലിശരഹിത കാർഷിക വായ്പ നൽകിയിരുന്നു.
പണമിടപാട് മുടങ്ങിയതോടെ പദ്ധതി സ്തംഭിച്ചെന്ന് ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പറഞ്ഞു. രണ്ടാം വിള ഇറക്കാൻ വേണ്ടി ചിലവർ വെള്ളം ബോർവെല്ലൊക്കെ അടിച്ച് വെള്ളം അല്ലെങ്കിൽ കുളത്തിൽ നിന്നെല്ലാം വെള്ളം ഇട്ട് നിറക്കാൻ പോവുകയാണെങ്കിലും അവർക്കിപ്പോൾ നമുക്ക് കാർഷിക വായ്പ എന്ന നിലയ്ക്ക് പലിശരഹിത വായ്പ 1 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കാരണം നമുക്കിവിടെ നിന്ന് ട്രാൻസാക്ഷൻ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് സഹകരണ ബാങ്കിൽ പോയാൽ നടക്കില്ല. വിവാഹാവശ്യത്തിന് 2.5 ലക്ഷം രൂപ വരെ പിൻവലിക്കാമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും സഹകരണ ബാങ്കിൽ മാത്രം നിക്ഷേപമുള്ളവർ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് നെല്ലളന്ന വകയിൽ കിട്ടേണ്ട പണം ലഭിക്കാതായതും പലിശരഹിത വായ്പാ വിതരണം സ്തംഭിച്ചതും പാലക്കാട് ജില്ലയിൽ 2ാം വിള നെൽകൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തടയണകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന TNN ഭട്ടതിരിപ്പാടിന് നാട് യാത്രാമൊഴി നൽകി. ജലസംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച TNN വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയാണ് അന്തരിച്ചത്. TNNന്റെ മൃതദേഹം തൃശൂർ പാഴിയോട്ടുമുറിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വറുതി മാത്രം അവശേഷിപ്പിച്ച് പുഴകൾ മറവിയിലേക്ക് മായുന്ന കാലത്ത് അവയ്ക്ക് ജീവൻ പകരുന്ന ഒരു അത്ഭുത മനുഷ്യനുണ്ടായിരുന്നു. വള്ളുവനാടിന്റെ ജീവനാഡിയായ ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനും ജലസാക്ഷരതയ്ക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച തടയണകളുടെ തമ്പുരാൻ TNN ഭട്ടതിരിപ്പാട്. മണൽവാരലും മാലിന്യവും പുഴ കയ്യേറ്റങ്ങളുമെല്ലാം ഭാരതപ്പുഴയുടെ ജീവൻ കവർന്നു തുടങ്ങിയപ്പോഴാണ് തടയണകളുടെ സംരക്ഷണമെന്ന ഉപാധിയുമായി ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയറായിരുന്ന TNN രംഗത്തു വന്നത്. വരാൻ പോകുന്ന വലിയ ആപത്തിനെ ചൂണ്ടിക്കാണിച്ച് പിന്നീടങ്ങോട്ട് ഈ മേഖലയിൽ സജീവമായി. ഭാരതപ്പുഴയുടെ ജലസമ്പത്തിനെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി ചെറുകിട ജലസേചനത്തിനും ശുദ്ധജലത്തിനും മിനി മൈക്രോ ജലവൈദ്യുതി ഉൽപാദനത്തിനും പര്യാപ്തമാക്കണമെന്നും അദ്ദേഹം വാദിച്ചു. ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനായി നിരാഹാര സമരങ്ങൾ നടത്തി. ഭാരതപ്പുഴയിൽ 14 തടയണകൾ വിഭാവനം ചെയ്തു. ഇതിന്റെയൊക്കെ ഫലമാണ് ഇന്നും ഭാരതപ്പുഴയിൽ അല്പമായെങ്കിലും അവശേഷിക്കുന്ന ജലജീവസമ്പത്ത്. ഭാരതപ്പുഴയിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി കടങ്ങോട് സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ചത് TNN ആണ്. സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. ജലസംരക്ഷണ ബോധവൽക്കരണങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു TNN. 1965 മുതൽ 96 വരെ ജല അതോറിറ്റിയിൽ പ്രവർത്തിച്ച TNN ഭട്ടതിരിപ്പാട് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കാസർകോട്ടെ പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കാർഷിക സാങ്കേതിക വിജ്ഞാന പ്രദർശനം തുടങ്ങി. 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് 1916 കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട്, നീലേശ്വരം എന്നിവിടങ്ങളിലായി കാർഷിക ഗവേഷണ കേന്ദ്രം തുടങ്ങിയത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുകയും കാർഷിക സർവകലാശാല നിലവിൽ വരികയും ചെയ്തപ്പോൾ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായി പദവി ഉയർത്തി. പ്രധാനമായും തെങ്ങ് ഗവേഷണമാണെങ്കിലും ഇപ്പോൾ തോട്ടവിളകൾ, ഇടവിളകൾ, നെല്ല് എന്നിവയുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നു. TND, കേരശ്രീ എന്നിവ ഉൾപ്പെടെ 5 സങ്കരയിനം തെങ്ങുകൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഇതിനകം നാടിന് സംഭാവന ചെയ്തിട്ടുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾ. ഇതിനകം തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ശതാബ്ദി ആഘോഷത്തിന്റെ തുടർച്ചയായുള്ള സാങ്കേതിക, വൈജ്ഞാനിക, കാർഷിക ഉൽപ്പന്ന പ്രദർശനം പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിൽ തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് നായിക് തുടങ്ങിയവർ സംസാരിച്ചു. 28 വരെ പ്രദർശനം തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനധികൃത വയൽ നികത്തൽ തടയാൻ നിയോഗിക്കപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. തൃശൂർ ജില്ലയിലെ കുറ്റൂരിൽ വയൽ നികത്തിയുള്ള സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണം തടയണമെന്ന ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വയൽ നികത്തുന്നത് നേരത്തെ കോടതി തടഞ്ഞിരുന്നു. ഉത്തരവ് ലംഘിച്ച് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ വയൽ നികത്തുന്നത് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ വിധി. ശബരിമല തീർത്ഥാടകർക്ക് സന്നിധാനത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് ഉരക്കുഴി. സന്നിധാനത്തെത്തുന്ന ഭക്തർ ഉരക്കുഴി തീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുക. സന്നിധാനത്തോളം പ്രാധാന്യമുണ്ട് ഉരക്കുഴിക്കും. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് പമ്പാ നദി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഉരക്കുഴി തീർത്ഥവും.
സന്നിധാനത്ത് നിന്നും 2 കിലോമീറ്റർ മുകളിൽ പാണ്ടിത്താവളത്തിന് സമീപം വനത്തിലാണ് ഈ തീർത്ഥസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പുൽമേട് പാണ്ടിത്താവളം വഴി എത്തുന്ന തീർത്ഥാടകർക്കാണ് ഇവിടേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നതും. ഒരാൾക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വിസ്താരം കുറഞ്ഞ കുഴിയാണ് ഉരക്കുഴി തീർത്ഥം. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ഇവിടെ കുളിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെ സ്നാനം ചെയ്യാൻ വിശ്വാസികൾ ഇന്നും എത്തിച്ചേരുന്നത്. ഉരക്കുഴി തീർത്ഥത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളോളായിട്ട് നമ്മൾ കേട്ടുകളിയാണ്. നമ്മളെ ഇവിടെ അടുത്താണ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിക്കുക. കൊടുങ്കാട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നീരൊഴുക്കിന് ഔഷധ ഗുണമുണ്ടെന്നും ഇതിൽ കുളിച്ചാൽ മല കയറിയ ക്ഷീണം ഇല്ലാതാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരിക്കലും പറ്റാത്ത ഉരക്കുഴി പമ്പയുടെ കൈവഴിയായ കുമ്പളം തോട്ടിലൂടെ ഒഴുകി പുണ്യനദിയുടെ ഭാഗമാകുന്നുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാലും ഉരുൾക്കുഴി ഒരു അത്ഭുതം തന്നെയാണ്. ക്യാമറാമാൻ ദിനേശ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ഏത് വേഷം ലഭിച്ചാലും അനായാസ അഭിനയമാണ് കൊച്ചുപ്രേമൻ കാഴ്ചവെക്കുന്നത്. രൂപാന്തരത്തിലൂടെ ആരാധകരെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് താരം. ഗൂഗിളിന്റെ സ്വന്തം സ്മാർട്ട് ഫോണായ നെക്സസിലാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പുത്തൻ പതിപ്പുകൾ അവതരിപ്പിക്കപ്പെടാറ്. എന്നാൽ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 7 ന്യൂഗട്ട് അവതരിപ്പിക്കുന്നത് ആ പതിവിന് മാറ്റമുണ്ടാക്കിയാണ്. നെക്സസ് ബ്രാൻഡ് ഗൂഗിൾ ഉപേക്ഷിച്ച് പകരം പിക്സൽ ഫോണുകൾ രംഗത്തെത്തിച്ചു. ന്യൂഗട്ട് ആദ്യമായി LGയുടെ V20 മോഡലിലൂടെയാണ് ലോകത്തിനു മുന്നിലെത്തിയത്. LG V20ക്ക് ഇപ്പോൾ വിദേശ വിപണികളിൽ നല്ല സ്വീകാര്യതയാണ്. അമേരിക്കയിൽ ഒക്ടോബർ 28-നാണ് LG V20യുടെ വിൽപ്പന തുടങ്ങിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ലക്ഷം ഫോണുകൾ വിറ്റഴിഞ്ഞു. പൊട്ടിത്തെറിയ ആശങ്കയെ തുടർന്ന് ജനം സാംസങ് ഗാലക്സി നോട്ട് 7നെ കൈയൊഴിഞ്ഞതാണ് V20ക്ക് നേട്ടമായത്. LGയുടെ മുൻനിര മോഡലായ V20യുടെ സവിശേഷതകൾ ഇതൊക്കെയാണ്. 5.7 ഇഞ്ച് കാർഡ് HD ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത്. സ്ക്രീനിന്റെ പിക്സൽ സാന്ദ്രത 513 ppi. സ്ക്രീനിന്റെ പുറകുവശത്ത് ഫിംഗർ പ്രിന്റ് സ്കാനറും സജ്ജമാക്കിയിട്ടുണ്ട്. സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി ചെറിയൊരു ഡിസ്പ്ലേ കൂടിയുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പുകളുടെ ഐക്കണും സെറ്റിംഗ് ഓപ്ഷനുമെല്ലാം ഈ ഡിസ്പ്ലേയിൽ തെളിയും. മെയിൻ സ്ക്രീൻ ഓഫാക്കിയാലും ചെറിയ ഡിസ്പ്ലേയിൽ സമയവും മറ്റു നോട്ടിഫിക്കേഷനുകളും കാണിച്ചുകൊണ്ടിരിക്കും. ഊരിയെടുക്കാനാവുന്ന തരത്തിലുള്ള 3200 mAh ബാറ്ററിയാണ് ഫോണിലുള്ളത്. സിംഗിൾ സിം മോഡലായ V20യിൽ 4G അടക്കമുള്ള എല്ലാ കണക്ടിവിറ്റി സാധ്യതകളും LG സജ്ജമാക്കിയിട്ടുണ്ട്. $672, അതായത് 45,627 രൂപയാണ് അമേരിക്കയിൽ ടെലികോം കമ്പനിയായ വെരിസോണ V20 വിൽക്കുന്നത്. ഇന്ത്യയിലെത്തുമ്പോൾ വിലയിൽ ചില ഏറ്റക്കുറച്ചിലുകളും വന്നേക്കാം. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ADGP R. ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ശ്രീലേഖയ്ക്കെതിരെ റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന ആരോപണത്തിൽ ചീഫ് സെക്രട്ടറിയുടെ പങ്കിനെപ്പറ്റിയും അന്വേഷിക്കാം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ശ്രീലേഖയ്ക്കെതിരെ നടപടി ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ADGP R. ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. 2013 മുതൽ 2015 വരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 45 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കാമെന്നും വിജിലൻസ് അഭിഭാഷകൻ അറിയിച്ചു. ശ്രീലേഖയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി പൂഴ്ത്തിയെന്ന ആരോപണത്തിൽ 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. അതിനിടെ R. ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് നടപടി ആവശ്യമില്ലെന്ന് കാട്ടി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗതാഗത കമ്മീഷണറായിരിക്കെ ശ്രീലേഖ ക്രമക്കേടുകൾ നടത്തിയതായി ടോമിൻ തച്ചങ്കരിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ശുപാർശ 4 മാസമായി പൂഴ്ത്തിവെച്ചു എന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകരായ പായിച്ചർ നവാസ് വിജിലൻസ് കോടതിയെയും ജോമോൻ പുത്തമ്പുരയ്ക്കൽ വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തായ്ലൻഡിലെ ഒരു മത്സ്യമാണ് ദേശീയ പതാകയുടെ നിറമുണ്ടെന്ന കാരണത്താൽ വൻതുകയ്ക്ക് ലേലത്തിന് പോയത്. 1 ലക്ഷത്തിൽ പരം രൂപയ്ക്കാണ് ഓൺലൈൻ ലേലത്തിൽ ഈ മത്സ്യം വിറ്റുപോയത്. സയാമീസ് ഫൈറ്റിംഗ് ഫിഷ് അഥവാ ബെറ്റാ ഫിഷ് എന്നറിയപ്പെടുന്ന ബഹുവർണ്ണ മീനാണിത്. ഒരു മീനിന് ഓൺലൈൻ ലേലത്തിൽ ഇത്ര വലിയൊരു തുക ലഭിക്കുന്നത് ഇതാദ്യം. ചുവപ്പും വെളുപ്പും ഇടകലർന്ന നിറമാണ് ഈ അലങ്കാര മത്സ്യത്തിന്. ദേശീയ പതാകയോടുള്ള നിറങ്ങളുടെ സാദൃശ്യമാണ് ബെറ്റ മത്സ്യത്തിന്റെ തലവര തിരുത്തിയത്.
അലങ്കാര മത്സ്യകൃഷി നടത്തുന്ന കാഷൻ മുറേഷിയാണ് തന്റെ പക്കലുള്ള ബെറ്റ മത്സ്യത്തിന്റെ ചിത്രം ഫേസ്ബുക്കിലെ ഓഷൻ പേജിൽ പോസ്റ്റ് ചെയ്തത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ സംഭവം ചർച്ചയായി. ആദ്യ ദിനം നിസാര വിലയ്ക്ക് തുടങ്ങിയ ലേലത്തുക രണ്ടാം ദിനമായതോടെ കുതിച്ചുകയറി 1 ലക്ഷത്തിലെത്തി. ഖുറേഷി ഒരു വിനോദത്തിനായി തുടങ്ങിയതാണ് അലങ്കാര മത്സ്യകൃഷി. മുൻപും പതാകയുടെ നിറമുള്ള ബെറ്റ മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവയൊന്നും ഇതിന്റെ 7 അയലത്ത് പോലും എത്തിയില്ല. മുൻപ് ബെറ്റ മത്സ്യത്തെ ലേലം ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ തുക 45,000 രൂപയാണ്. വളരെ അപൂർവമായി മാത്രമേ ദേശീയ പതാകയുടെ നിറത്തിലൊക്കെ മത്സ്യങ്ങൾ ലഭിക്കാറുള്ളൂ. ഒരുപാട് പേർ ഈ നിറങ്ങളിൽ ബെറ്റ മത്സ്യത്തെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനെയൊരു മത്സ്യത്തെ ബ്രീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഖുറേഷിയുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി.